ഹലോ, ഇന്ന് ഞാൻ ലഞ്ചിന് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നതെന്ന് കണ്ടാലോ? ഫസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്, അയ്യോ ഇന്ന് എന്താ ഒരു വ്ളോഗ് എടുത്തുകൂടാ, നിങ്ങളെയും കാണിക്കാമല്ലോ ഞാൻ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. പിന്നെ ഇത് ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ടാണ്. ബീട്രൂട്ടും സവാളയും കൊത്തിപ്പൊടിച്ച് വെച്ചേക്കുവാണ്, പച്ചമുളകും. നെക്സ്റ്റ് ഇത് ചീനി വേവിക്കാൻ വെച്ചേക്കുവാണ്, തിളച്ചില്ല, അവിടെ ഇരുന്ന് തിളക്കട്ടെ. അടുത്ത നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യാം. ഇത് പൈനാപ്പിൾ പച്ചടി വെക്കാമെന്നും പറഞ്ഞുകൊണ്ട് പച്ചടി കിച്ചടി ഗൈസ്, എനിക്കിത് രണ്ടും എപ്പോഴും തിരിയാറുണ്ട്. എന്താ കിച്ചടിയും പച്ചടിയും ഓൾമോസ്റ്റ് രണ്ടിൻ്റെയും റെസിപ്പികളൊക്കെ സെയിം ആണ്. ഏത്തക്ക പച്ചടിയും ബീട്രൂട്ട് കിച്ചടിയും. അപ്പോൾ ഇതിനകത്ത് വിടും, പച്ചടിക്കകത്ത് വിടുമോ കിച്ചടിക്കകത്ത്, എനിക്ക് എപ്പോഴും തിരിയാറുണ്ട്. എന്തായാലും എനിവേസ് പച്ചടി എന്നിപ്പോൾ പറയാം. അപ്പോൾ പൈനാപ്പിൾ പച്ചടി കിച്ചടിയാണോ, അയ്യോ പറഞ്ഞോണ്ടിരുന്നത് ഭയങ്കര കൺഫ്യൂഷൻ. എന്തായാലും പോട്ടെ. അപ്പോൾ നമ്മൾ ചോപ്പറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്, ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട്. കാരണം വലിയ പീസായിട്ട് വേവിക്കാൻ വെക്കേണ്ട, ഒന്ന് ചോപ്പ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് 2-3 റൗണ്ട് നമുക്കൊന്ന് അതിട്ടിൽ കറക്കുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ പീസസ് ആവും. എന്നിട്ടത് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയല്ല, ആവി വറക്കുന്നു. ഇനി നമുക്ക് ബീട്രൂട്ട് തോരൻ വയ്ക്കാം. ഞാൻ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് വെച്ചേക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് എണ്ണ മതി, അധികം എണ്ണയുടെ ആവശ്യമൊന്നുമില്ല തോരനും മെഴുക്കുവരട്ടിക്കൊക്കെ. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം നമുക്ക്. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് സവാളയും ബീട്രൂട്ടും കുത്തിപ്പൊടിച്ച് നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തോട്ട് തട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ക്യാരറ്റിലും ബീട്രൂട്ടിലും ഉള്ള കുറച്ച് വെള്ളം ഒന്ന് വറ്റട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് ചതച്ചെടുക്കാം. തേങ്ങയുടെ കൂടെ നമ്മൾ ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇത് 3ഉം കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് തട്ടിക്കൊടുക്കാം. അപ്പോൾ ഒരു കോള് കയറി വന്നപ്പം, ഒരു ഫോൺ കോള് വന്നത് കാരണം കട്ട് ചെയ്യാൻ പറയാൻ പറ്റത്തില്ലല്ലോ. ഒരാൾ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം, നിങ്ങളിപ്പോൾ ഫോൺ കട്ട് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അത് കാരണം ആ പോർഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇനി നമ്മുടെ അരപ്പെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ അരപ്പിൻ്റെ ഒരു പച്ചച്ചൊവയൊക്കെ മാറുന്നിടം വരെ നല്ല രീതിയിൽ ഒന്ന് നമ്മൾ ചിക്കി തോർത്തി എടുത്തിട്ട് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് കുറച്ച് ഇച്ചിരി ഉപ്പ് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട് ആവശ്യത്തിന്, ഒത്തിരി ഉപ്പ് നമ്മൾ ഇടാറില്ല. കുറച്ചും കൂടെ ചേർക്കാം. നമ്മളിവിടെ ഇന്ദുപ്പാണ് ചേർക്കുന്നത്. അപ്പം ആ ഇന്ദുപ്പ് അലിക്കാൻ വെള്ളത്തിട്ടേക്കും വെച്ചേക്കുമായിരുന്നു, ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അത് മതിയായിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ സെർവിങ് പാത്രത്തിലോട്ട് മാറ്റി നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡിയായി. ഇനി അടുത്ത നമുക്ക് പൈനാപ്പിൾ പച്ചടി വെക്കാം. നമുക്ക് ചീനിച്ചട്ടിയിലോട്ട് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം. കാരണം പൈനാപ്പിളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് 2-3 പച്ചമുളകും ഇട്ട് നല്ലോണം വേവിക്കണം. നന്നായി വെന്തതിന് ശേഷം മാത്രമേ നമുക്ക് അരപ്പ് ചേർക്കാവുള്ളൂ. ഇനി ഇതൊന്ന് ഇവിടെ ഇരുന്ന് വേവട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി പൈനാപ്പിൾ നന്നായിട്ട് കുക്കായിരിക്കും. കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിനകത്തോട്ട്. ഇതിനു വേണ്ടി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. ജീരകമോ ഇല്ലേ ജീരകപ്പൊടിയോ ചേർക്കാം. പൊടിയെക്കാട്ടി നല്ല ജീരകമാണ്. ഞാനിപ്പോൾ ജീരകവും പെട്ടെന്ന് പൊടി അങ്ങ് ഇട്ട് പോയത്. നിങ്ങളിടുമ്പോൾ ജീരകം ഇട്ടാൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ പൊടി ഇട്ടാൽ മതി. ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഇടാം. ഗൈസ്, മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി, ഇപ്പോഴാണ് ഓർത്തത്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇത് അത്യാവശ്യം കുറച്ച് വെള്ളമേ ഉള്ളൂ. നമുക്കിനി അരപ്പിട്ട് കൊടുക്കാം. നല്ല മധുരമുള്ള പൈനാപ്പിളാണ്, നല്ല മധുരമുള്ള പച്ചടിയായിരിക്കും. ഈ അരപ്പൊന്ന് വാടട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ മിക്സിയിലോട്ട് തന്നെ ഞാൻ തൈര് ഒഴിക്കുക. വീട്ടിൽ ഒഴിച്ച തൈര് നമുക്കത് മിക്സിയിലോട്ട് ഇടാം.
വെറുതെ കഴുകണ്ട, വെള്ളം നീണ്ടുന്നുണ്ട്. ഇതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. തൈര് ഒഴിച്ചാൽ നമ്മുടെ കിച്ചടി തിളക്കരുതും. നമുക്ക് വീഴുന്നുണ്ട്. പയ്യെ സൂക്ഷിച്ചിളക്കുക, അപ്പം വീഴത്തില്ല. എനിക്ക് ചിലപ്പോൾ ഇച്ചിരി ആവേശം കൂടുമ്പോൾ ഞാൻ സ്പീഡിൽ ഇളക്കാറുണ്ട്. നിങ്ങളത് കാര്യമാക്കണം. നിങ്ങൾ ഇളക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിളക്കണം. പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണ് വളരെ ശ്രദ്ധിച്ചിളക്കണം. പക്ഷെ ഇപ്പം തെറിച്ചു വീണാലും കുഴപ്പമില്ല, കാരണം തൈര് നമ്മൾ ഒന്ന് ജസ്റ്റ് ചൂടായില്ലല്ലോ. ഇപ്പം ഇത് ചൂടോടല്ലല്ലോ വീണത്. ചൂടായി കഴിയുമ്പോൾ ദേഹത്തോട്ടൊക്കെ വീഴാതെ ശ്രദ്ധിക്കണേ. തിള വരരുത്, തിള വരാതെ നമ്മൾ നോക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തൈരിനും പൈനാപ്പിളിനും നല്ല പുളിയാണെന്നുണ്ടെങ്കിൽ, മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്തോ കുഴപ്പമില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൈനാപ്പിളിന് നമ്മുടെ തൈരിന് ഇച്ചിരി പുളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഒരു പുളിയുടെ ടേസ്റ്റ് ഉണ്ട്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇച്ചിരി നെയ്ക്കകത്ത് കടുക് താളിച്ചിടാം. ഇത് നമുക്കിപ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കാം. ചൂടായിട്ടുണ്ട്, അപ്പം അത് മതി. മീൻകറി പ്രാച്ചിയാണ് മീൻ. പ്രാച്ചി മീൻ ഇങ്ങനെ പയ്യെ ഇളക്കരിയാൻ മാംസം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിക്കാം. മീൻ ഏതാ? പ്രാച്ചി മീൻകറിയാണ്. പ്രാച്ചി മീൻ അറിയുമോ നിങ്ങൾക്ക്? എന്താ തേങ്ങാക്കറിയാ. ഇത് കായലിലെ മീനാണ്. അപ്പം തേങ്ങാക്കറി വെക്കുന്നതായിരിക്കും എപ്പോഴും കായലിലെ മീൻ നല്ലത്. പിന്നെ നമ്മൾ ചീനി വേവിച്ച് അത് കാണിക്കാം. ഉണ്ടാ ചീനി അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ല, നന്നായിട്ട് ഉടച്ച് ചേർക്കണം മസാല. ആ തേങ്ങയുടെ കൂടെ നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് കടുക് താളിച്ചെടുക്കണം. സെൻട്രൽ അടുപ്പിലോട്ട് വെക്കാം, കാരണം ഇവിടെ സ്ഥലമില്ല. രണ്ടടുപ്പിലും ചോറ് തിളപ്പിച്ചിട്ട് ഇട്ടേക്കുന്ന ഒരടുപ്പ് ഇതിനകത്തോട്ട് നമുക്ക് കടുക് താളിക്കാം. ഈ വെള്ള കളറിൽ പാടായിട്ട് കിടക്കുന്നത് ഉപ്പാണ് കേട്ടോ. കുറച്ച് നെയ്യ് ഒഴിക്കാം, വീട്ടിലുണ്ടാക്കിയ നെയ്യ്. പിടിക്കാനുള്ള എളുപ്പത്തിന് ഇങ്ങോട്ട് വെച്ചതില്ലേ, നമ്മൾ നേരെ വെക്കുന്നത്. എന്നിട്ട് ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കടുകും. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടിത്തെറിക്കുന്നത് ഷൂട്ട് ചെയ്യുമ്പോഴേ വലിയ സുഖമില്ല ഗൈസ്. നന്നായിട്ട് കയ്യിലോട്ട് കടുക് പൊട്ടിത്തെറിച്ച് വീഴുന്നുണ്ട്. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് അതിലേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് മുന്തിരിങ്ങ ഇടാം. ഒരു കുഞ്ഞുവാവയുടെ നൂലുകെട്ടിന് പോയപ്പോഴാണ് അവിടെ പൈനാപ്പിൾ കിച്ചടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കിച്ചടി നല്ല ടേസ്റ്റ്, നല്ല മധുരം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ഒരു മുന്തിരിയൊക്കെ ഇട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം നെയ്ക്കകത്ത മൂപ്പിച്ചിട്ടേക്കുന്നത്, അത്ര സ്വാദ്. അപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഒരു വട്ടമൊക്കെ ട്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പം. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മുടെ കിച്ചടിയിലോട്ട് തട്ടാം. പാത്രം ഇരുന്ന് കറങ്ങുന്നത് ഒരു കൈ ക്യാമറയിലും ഒരു കൈ തവി ഇരിക്കുന്നതുകൊണ്ടാണ് ഗൈസ്.
അപ്പം ഇന്നത്തെ ദിവസം ഞാൻ ഇതൊക്കെയാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും റെസിപ്പി ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ ഇങ്ങനത്തെ കുക്കിംഗ് വ്ളോഗ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇനി ഞാൻ ചെയ്യാം. അപ്പോൾ നമുക്കെല്ലാം ഫുഡും കൂടെ ഒന്ന് ഒരുമിച്ച് കണ്ടാൽ എന്തൊക്കെയെന്ന് പ്രിപ്പയർ ചെയ്തേക്കുന്നതെന്ന്. ബീട്രൂട്ട് തോരൻ, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, പൈനാപ്പിൾ കിച്ചടി, പൈനാപ്പിൾ പുളിശ്ശേരി, ചീനി വേവിച്ചത്, ചട്നി, പിന്നെ റൈസ്. വിട്ടുപോയ ഒന്നുകൂടെ ഉണ്ട് ഗൈസ്, മീൻ കറി. അത് പറഞ്ഞില്ലല്ലോ, മീൻ കറിയും വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ബൈ.